ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്, കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ 24 ആണ് കേട്ടോ. ഇതെന്നാ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞോക്ക് രാജേച്ചി പുതിയൊരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോഴാണ് എൻ്റെ മൂത്താൾ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ അവൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഉപ്പച്ചി വാങ്ങി കൊണ്ട് കൊടുത്തതാണ്, അല്ലാതെ ഇപ്പോൾ പിള്ളേർ വാങ്ങില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ്, ഗോൾഡൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ സ്വർണ്ണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണണ്ട. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് സ്വർണ്ണം മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല, അത് വേറെ. പിന്നെ എനിക്ക് സ്വർണ്ണം വേണമെന്ന് അത്ര അതിയായ ആഗ്രഹം എനിക്കില്ലാനോ കേട്ടോ, അത് വേറൊരു വശം. എന്തായാലും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി ഗിഫ്റ്റ് തന്നെ ഒരാൾ തന്നെയാണ് കേട്ടോ ഇക്ക. നമ്മളുടെ സംസാരങ്ങളിലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് തരും. അപ്പോൾ കല്യാണം കഴിഞ്ഞത് മുതൽ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിള്ളേർക്കും അതുപോലെ തന്നെ കൊടുക്കാറുണ്ട്. മാക്സിമം ഞങ്ങളും തിരിച്ച് ഇക്കക്ക് കൊടുക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇതുപോലെ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഭാര്യമാർക്കും അതുപോലെ ഭാര്യമാർ തിരിച്ചും ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇനിയും ഇതുപോലെ കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ ഭാര്യമാരുടെ സന്തോഷവും അതുപോലെ ഭർത്താക്കന്മാരുടെ സന്തോഷവും നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ ഗിഫ്റ്റുകൾ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഒരു കുഞ്ഞു മോതിരാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക, വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് ഒരു മോതിരമായിരുന്നു, ഫാൻസി മോതിരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ ഇക്ക സെലക്ട് ചെയ്തു, കാരണം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇക്ക വാങ്ങാറില്ല. പിന്നെ പൊതുവേ ഞാനും അധികം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക ഇതെങ്ങനെ വാങ്ങിയെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു ബാങ്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കൈ ചെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇതെല്ലാം സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം എന്താ പറയുക, ഒരു സെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതൊന്നും ഇട്ട് നോക്കിയില്ല കേട്ടോ, ഒക്കെ ഞാൻ കണ്ട് എന്താ പറയുക, എന്തായിരിക്കും ഗിഫ്റ്റ് എന്നുള്ളൊരു ആകാംക്ഷയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഉണ്ടായിരുന്നത് പെർഫ്യൂമാണ് കേട്ടോ, ഒരു ബോക്സ് പെർഫ്യൂമായിരുന്നു. അപ്പോൾ അത് കോഫീൻ അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കണം. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. പെർഫ്യൂമൊന്നും അങ്ങനെ വാങ്ങുന്ന ടൈപ്പ് ആളൊന്നും അല്ല ഞാൻ. വല്ലപ്പോഴൊക്കെ ഇക്കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നല്ലാതെ അത്ര വലിയ എനിക്കറിയത്തില്ല കേട്ടോ. ഏതായാലും അതിൻ്റെ നാല് ടൈപ്പാണ് ആ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കതൊന്നും യൂസാക്കാൻ പറ്റത്തില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് തലവേദന എടുത്തു തുടങ്ങി കേട്ടോ. എനിക്ക് അത്രയും കട്ടിയുള്ള സ്മെല്ലൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇക്കാക്ക് അതുകൊണ്ട് എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കാരണം ഇക്കാക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം എനിക്ക് 3 പേരും ഗിഫ്റ്റ് തന്നു കേട്ടോ. മൂത്ത ആൾ മോതിരം തന്നു, രണ്ടാമത്തെ ആൾ ആ ഒരു ബാംഗിൾസിൻ്റെ സെറ്റ് തന്നു, മൂന്നാമത്തെ ആൾ നമുക്ക് പെർഫ്യൂം തന്നു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞോൾക്കില്ലേ ഗിഫ്റ്റ് ഒന്നും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞോളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഇക്ക കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ ഇത് പൊട്ടിക്കുന്നതിൻ്റെ തിരക്കിൽ ഇക്ക ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത് സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞോളുടെ കയ്യിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കോമ്പാണ് കേട്ടോ, ചീപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഇക്ക എന്നെ കളിയാക്കിയതാണോ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇക്ക എന്നെ പറ്റിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ എന്നെ കളിയാക്കിയതാണ്. പക്ഷേ സത്യത്തിൽ കളിയാക്കിയതൊന്നും അല്ല കേട്ടോ. ചീപ്പിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ എനിക്ക് തലയിരാൻ ചീപ്പില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ എത്ര എണ്ണം മേടിച്ചാലും എൻ്റെ പിള്ളേർ അതൊന്നില്ലെങ്കിൽ നീളൻ ടൈപ്പ് ആകുമ്പോൾ അതൊക്കെ ഒടിച്ച് കളയും, അങ്ങനെ എങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ ചീപ്പ് മേടിക്കാറേ ഇല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇക്കടയിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ തലയിരിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ അതറിയാം എനിക്ക് ചീപ്പില്ല എന്നുള്ള കാര്യം. പിന്നെ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ മേടിക്കാറുമില്ല കേട്ടോ, കാരണം വെറുതെ ഇവർ നശിപ്പിച്ച് കളയും, പിന്നെ എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഞാൻ മേടിക്കാറില്ല. അപ്പോൾ ഇക്കത് ഓർത്ത് വെച്ചിട്ട് എനിക്കൊരു ചീപ്പ് മേടിച്ചു. 10 രൂപയുടെ ചീപ്പൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ചീപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടോണി ആൻഡ് ഗെയ്യോ അങ്ങനെ എന്തോ കമ്പനിയുടെ പേരൊക്കെ പറയണം കേട്ടോ. അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ ചീപ്പാണ് ഇത്. ഹെയർ ലോസിനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റൊക്കെ ഉള്ള ഒരു ചീപ്പാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കിയതാണ്, പിന്നെ എനിക്ക് മനസ്സിലായ എനിക്ക് അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയാണല്ലോ അത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഈ തവണ മിഠായി ഒന്നും ഇല്ലാത്തതെന്ന്. കാരണം ഡയറി മിൽക്ക് എന്തായാലും ഒക്കെ നിർബന്ധമായിട്ട് എന്തെങ്കിലും സന്തോഷമുള്ള സമയത്ത് ഡയറി മിൽക്കൊക്കെ കൊണ്ട് തരാറുണ്ട്. കാരണം എൻ്റെ ഫേവറേറ്റ് ഡയറി മിൽക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണല്ലോ, നമുക്ക് കുഞ്ഞുനാളിൽ ഇഷ്ടമുള്ള പലതും നമുക്കിപ്പോൾ ഇഷ്ടമല്ലാതിരുന്ന പല ഫ്ലേവറുകൾ നമുക്കിപ്പോൾ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ചോക്ലേറ്റിൽ എനിക്ക് ഡയറി മിൽക്കൊന്നും ഇപ്പോൾ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാറിൽ എവിടെയോ പോയപ്പോൾ, ഞങ്ങളിങ്ങനെ പോയ സമയത്ത് ഞാൻ ഇക്കാനോട് പറഞ്ഞായിരുന്നു എനിക്കിപ്പോൾ ഡയറി മിൽക്കൊന്നും വലിയ ഇഷ്ടമില്ല എന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ
മിഠായി മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും എന്താ പറയുക, എൻ്റെ മക്കൾ എന്നേക്കാൾ ധൃതിയിൽ അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മുഹമ്മദിന് കൊടുത്തു, അതുപോലെ സാലിക്കും കൊടുത്തു, അയാനും കൊടുത്തു. എല്ലാവരും എനിക്ക് കുറേ ഉമ്മവും തന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. പിന്നെ ഒരു കഷ്ണം ഞാൻ ഇക്കാക്കും വായിൽ വെച്ച് കൊടുത്തു. ഇക്ക പൊതുവെ ഇപ്പോൾ മധുരം കഴിക്കാറില്ല കേട്ടോ, എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ കഴിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ഇക്കാക്കും മിഠായി കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഞങ്ങൾ സന്തോഷിക്കാറില്ല, കാരണം എന്താണ് പഠിച്ചവനടുത്ത് നമുക്ക് പണി തന്നെ ഓർത്തിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് ഹാപ്പി ആയി കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങ് സന്തോഷിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞു വ്ളോഗാണെന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം മിക്കക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. മിക്കക്ക് നമ്മളെത്ര സന്തോഷിപ്പിക്കുക അങ്ങനെയുള്ളൊരാഗ്രഹമൊക്കെയാണ്, അല്ലാണ്ട് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളാണ് അതൊക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.